യേശുക്രിസ്തുവിൻ്റെ രക്തം. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ അടിസ്ഥാനമാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ മൃഗങ്ങളുടെ രക്തമർപ്പിച്ചു. വർഷത്തിലൊരിക്കൽ രക്തവുമായി വിശുദ്ധ സ്ഥലത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഇത് പാപത്തിന് താൽക്കാലിക പരിഹാരം മാത്രം നൽകി. എബ്രായർ 9-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഒരിക്കൽ മാത്രമായി ചിന്തപ്പെട്ട രക്തമാണ് യേശുവിൻ്റെ രക്തം. യേശു വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചത് മൃഗങ്ങളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ടാണ്. യേശു ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പാപം മൂലം മനസാക്ഷി മലിനപ്പെടുകയോ മനസാക്ഷിയിൽ കുറ്റബോധം തോന്നുകയോ ചെയ്താൽ ശുദ്ധീകരണം ആവശ്യമാണ്. പാപവും കുറ്റവും നീങ്ങി എന്നുള്ള സംതൃപ്തി ഉണ്ടാകുകയും മേലിൽ ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ ദൈവിക ന്യായവിധിയും ശിക്ഷയും ഉണ്ടാവുകയില്ല എന്നുമുള്ള ഉറപ്പും ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ രക്തം ചെയ്യുന്നത് ഇതാണ്. ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്, നമ്മുടെ പാപങ്ങൾ നീക്കാൻ ക്രിസ്തുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടു എന്ന വിശ്വാസം നമ്മുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നു. യേശുവിൻ്റെ രക്തം നാം പാപികളാണെന്നുള്ള അറിവ് കഴുകിക്കളയുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ദൈവകോപം നമ്മിൽ നിന്നും നീങ്ങി എന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. യേശുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ മാറ്റം നൽകുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമം യാഗങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ പുതിയ നിയമം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഭയത്തോടെയല്ല, ആത്മവിശ്വാസത്തോടെ ദൈവത്തോട് അടുത്തു ചെല്ലാം.